أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك الكتاب لا ريب فيه هدى للمتقين അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അൽ ബഖറയിലെ 3-ാമത്തെ വചനമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: ഇത് മഹത്തായ ഗ്രന്ഥമാണ്, ഇതിൽ യാതൊരു സംശയവുമില്ല. ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്ക് ഇത് മാർഗദർശകമാകുന്നു. ഈ വചനത്തിൻ്റെ വിശദീകരണത്തിൽ തുടർന്ന് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, റൈബ് എന്ന പദത്തിൻ്റെ അർത്ഥം വ്യാകരണാടിസ്ഥാനത്തിൽ ഒരു കാര്യത്തെ സംബന്ധിച്ച് സൂക്ഷ്മാന്വേഷണം നടത്തുന്ന സമയത്ത്, പ്രത്യേകിച്ചും അറിവിൻ്റെ പുതിയ തലങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ ഉടലെടുക്കുന്ന സംശയത്തെ അല്ല റൈബ് എന്ന പദം അർത്ഥമാക്കുന്നത്. തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തുന്നതിനെയാണ് റൈബ് എന്ന പദം ഉപയോഗിക്കുന്നത്. ഇതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് തെറ്റായ ധാരണ ജനിപ്പിക്കുന്നതോ സത്യത്തെ നിഷേധിക്കുന്നതോ ആയത് വിശുദ്ധ ഖുർആനിൽ ഇല്ല. വിശുദ്ധ ഖുർആനിൽ അടങ്ങിയിരിക്കുന്നതെല്ലാം യാഥാർത്ഥ്യമാണ്, സാങ്കല്പികമല്ല. വിശുദ്ധ ഖുർആനിൽ അടങ്ങിയിരിക്കുന്നത് യാഥാർത്ഥ്യമാണ്, സാങ്കല്പികമല്ല എന്ന വാദം തെളിയിക്കപ്പെട്ടാൽ വിശുദ്ധ ഖുർആൻ്റെ സത്യതയ്ക്കുള്ള സാക്ഷ്യം കൂടിയാണിത്. വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളെയും പരിശോധിച്ചാൽ അതിൻ്റെ തെളിവുകളും വിശുദ്ധ ഖുർആൻ നൽകിയതായി കാണാം. വേദങ്ങളും ബൈബിളും മറ്റു ഇതര വേദഗ്രന്ഥങ്ങളും അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് വാദിക്കുന്നുണ്ടെങ്കിലും വാദത്തിന് ഒതുങ്ങുന്ന തെളിവുകൾ സമർപ്പിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ വിശ്വസിക്കാനുള്ള കൽപ്പനകൾ നൽകുന്നതിനോടൊപ്പം അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് തെളിവുകളും നൽകുന്നു. അതുമാത്രമല്ല, ശക്തിമത്തായ തെളിവുകളിലൂടെ അള്ളാഹുവിൻ്റെ അസ്തിത്വമുണ്ടെന്ന് സ്ഥാപിക്കുന്നു. മലക്കുകളെ വിശ്വസിക്കാൻ കൽപ്പിക്കുന്നതിനോടൊപ്പം മലക്കുകൾ ഉണ്ടെന്ന തെളിവുകളും നൽകുന്നു. ദുആ സ്വീകാര്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നൽകുന്നു. നബിമാരിൽ വിശ്വസിക്കാൻ കൽപ്പിക്കുമ്പോൾ നബിമാരുടെ സത്യതയ്ക്കുള്ള തെളിവുകൾ സമർപ്പിക്കുന്നു. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് അതിൻ്റെ തെളിവുകളും നൽകുന്നു. വിശുദ്ധ ഖുർആൻ നൽകുന്ന എല്ലാ കൽപ്പനകൾക്കും തെളിവുകൾ നിരത്തുന്നു. തെളിവുകൾ ഇല്ലാതെ ഒരു കാര്യവും വിശുദ്ധ ഖുർആനിൽ കാണുക സാധ്യമല്ല. ലാ റൈബ ഫീഹി എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പരിപൂർണ ഗ്രന്ഥമാണ് എന്ന് വാദിക്കുന്നു. ആവശ്യമായ എല്ലാ കാര്യങ്ങളാൽ നിഷ്പന്നമാണ് വിശുദ്ധ ഖുർആൻ. ഒരു കാര്യവും സംശയരൂപേണയോ തെറ്റിദ്ധരിപ്പിക്കുന്ന ശൈലിയിലോ വിശുദ്ധ ഖുർആനിൽ ഉള്ളതായി കാണുക സാധ്യമല്ല. ഇതുതന്നെ വിശുദ്ധ ഖുർആൻ്റെ സത്യതയ്ക്കുള്ള ശക്തിമത്തായ തെളിവാണ്. ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് തെളിവുകൾ സമർപ്പിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. സംശയത്തിൻ്റെയും തെറ്റിദ്ധാരണകളുടെയും നിഴലിൽ നിന്നും മാറിക്കൊണ്ട് ഓരോ വിഷയവും യാഥാർത്ഥ്യവും വിശ്വാസയോഗ്യവും സത്യവുമാണെന്ന് വിശുദ്ധ ഖുർആൻ തെളിയിച്ച് കാണിക്കുന്നു. ഇത്തരത്തിൽ ഒരു ഗ്രന്ഥം എല്ലാ കാര്യങ്ങളെയും തെളിവുകളോടെ സമർപ്പിക്കുന്നുവെങ്കിൽ അത്തരം ഗ്രന്ഥം സത്യാന്വേഷികൾക്ക് യാതൊരുവിധ സംശയവും ജനിപ്പിക്കുന്നതല്ല. ലാ റൈബ ഫീഹി എന്നത് കൊണ്ടുള്ള മറ്റൊരർത്ഥം വിശുദ്ധ ഖുർആൻ എല്ലാ കാലത്തും സംരക്ഷണ വലയത്തിലായിരിക്കും എന്നതാണ്. ദാലിക്കൽ കിതാബു എന്നതിന് ശേഷം ലാ റൈബ എന്ന പദങ്ങൾ വന്നത് സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ സന്മാർഗദർശകമായ അവസാനത്തെ ഗ്രന്ഥമാണെന്നും ഇതിനുശേഷം മറ്റൊരു ഗ്രന്ഥവും ഉണ്ടാവുകയില്ല എന്നതുമാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ, അതായത് മനുഷ്യന് കൂടുതലായി സന്മാർഗത്തിലേക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ ആവശ്യമാകുന്ന ഘട്ടത്തിലാണ് പുതിയ ഗ്രന്ഥം ആവശ്യമാവുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ എല്ലാ കാലങ്ങളിലേക്കും എല്ലാ സാഹചര്യങ്ങളിലേക്കും
ഉപയോഗപ്രദമായ നിർദ്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ മറ്റൊരു ഗ്രന്ഥത്തിൻ്റെ ആവശ്യമില്ല. അതിനാൽ വിശുദ്ധ ഖുർആൻ ലാ റൈബ ഫീഹി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാലങ്ങൾക്കും അനുയോജ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ വിശുദ്ധ ഖുർആൻ പരിപൂർണമായ ഗ്രന്ഥമാണ്. എല്ലാ കാലങ്ങളിലും മനുഷ്യകുലത്തിന് ആത്മീയ ഉന്നതി പ്രാപിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ അടങ്ങിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ട് ഇന്നേക്ക് 1300 വർഷങ്ങൾ പിന്നിട്ടു. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പോലും വിശുദ്ധ ഖുർആൻ്റെ സത്യതയിൽ സാക്ഷികളാണ്. ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന ഗ്രന്ഥത്തിൽ വില്യം മ്യൂവർ പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇറങ്ങിയ അതേ വിശുദ്ധ ഖുർആനാണ് ഇന്നും നിലനിൽക്കുന്നത്. അതിൽ ഒരു തരത്തിലുള്ള കൈകടത്തലുകളും നടന്നിട്ടില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ്.